നല്ലൊരു വിശേഷമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തെങ്കാശിയിലെ കാശി വിശ്വനാഥ ടെമ്പിളിൽ 19 വർഷങ്ങൾക്ക് ശേഷം ഉത്സവം നടക്കുകയാണ്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ വലിയ ശിവലിംഗത്തിൻ്റെ രൂപമാണ്, വലിയ നല്ല വലുപ്പമുള്ള ശിവലിംഗത്തിൻ്റെ ഒരു പ്രതിഷ്ഠയാണ്. ആ അമ്പലത്തിൽ ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇതാണ് കാശി വിശ്വനാഥ ക്ഷേത്രം. ഏകദേശം നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോപുരം പോലെയാണ് നമുക്ക് പെട്ടെന്ന് ഒരൊറ്റ നോട്ടത്തിൽ തോന്നുക. പക്ഷേ ഇതിലെ കവാടങ്ങൾ എന്ന് പറയുന്നത് 9 നദികളെ പ്രതിനിധാനം ചെയ്തിട്ടാണ്. 9 നദികളെ സൂചിപ്പിക്കുന്ന ഇതാണെന്നാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം. പിന്നെ ഇവിടുത്തെ ശിവലിംഗത്തിന് നാളെ, അതായത് ഉത്സവത്തിൻ്റെ അന്ന് കുംഭാഭിഷേകം നടത്തുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഇവിടുത്തെ ചടങ്ങെന്ന് പറയുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ തലേദിവസമാണ്. ഇതിപ്പോൾ തലേദിവസത്തെ കാഴ്ചകളാണ്. ഈ പെയിൻറ്റിങ്ങിന് തുടങ്ങിയിട്ടൊരു 12 മാസത്തോളം ആയിക്കാണും. ഇനിയും ഫുള്ള് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ മാസം ഈ അമ്പലത്തിൽ വന്നപ്പോൾ വരെ ഉള്ളൊരു അമ്പലത്തിൻ്റെ മൊത്തത്തിലുള്ള മുഖച്ഛായയും മാറിയിരുന്നു. അകത്തുള്ള കുറേ ഇതൊക്കെ പൊളിച്ച് പുതുതാക്കി അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളായി ചെയ്തിട്ടുണ്ട്. ഇത് അതാ ശിവലിംഗം ഇതെല്ലാം പൂമാല കൊണ്ട് ചെയ്തിരിക്കുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഉത്സവം തന്നെ കാണുന്നത്. നല്ല ഭംഗിയായിരുന്നു കാണാനൊക്കെ. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ടുള്ള ദർശനം തലേ ദിവസമൊന്നും ഇല്ലായിരുന്നു. ഇനി ഈ അമ്പലത്തിൻ്റെ മുകളിലായിട്ട് സ്റ്റെപ്പ് നിർമ്മിച്ച് അമ്പലത്തിൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ് ശിവനെ അവിടെ കൊണ്ടിരുത്തിയാണ്. അവിടെ വെച്ചിട്ടാണ് കുംഭാഭിഷേകം, ശിവലിംഗത്തിൻ്റെ അഭിഷേകം നടത്തുന്നത്. അത് നമുക്ക് ദൂരെ നിന്നിട്ട് വേണമെങ്കിലും കാണാം. ഇതിനകത്തേക്ക് പാസ്സുള്ളവർക്ക് മാത്രമേ, VIP പാസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ആ പാസ്സുള്ളവർക്ക് മാത്രമേ കുംഭാഭിഷേകത്തിൻ്റെ അന്ന് അകത്തോട്ട് പ്രവേശനമുള്ളൂ. പക്ഷെ നമുക്ക് ദൂരെ നിന്നും കാണാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇവർ നല്ല ഉയരത്തിൽ വെച്ചാണ് ഇതിൻ്റെ പ്രതിഷ്ഠ ഇതെല്ലാം കുംഭാഭിഷേകവും എല്ലാം ചെയ്യുന്നത്. അതിന് മുന്നോടിയായിട്ട് പലതരത്തിലുള്ള ഗണപതി ഹോമവും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തലേ ദിവസം ഉണ്ടായിരുന്നു. അവിടുത്തെ ഇതെല്ലാം കാണാൻ തന്നെ നല്ല നമുക്കൊരു കൗതുകമായിരുന്നു. പിന്നെ അവിടേക്ക് വേണ്ട പൂമാലകളൊക്കെ അവിടെ തന്നെ ഇരുന്ന് ആൾക്കാർ കെട്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പലതരത്തിലുള്ള പൂവുകൾ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. പിന്നെ അവർ ഭയങ്കര നല്ല സ്പീഡിലാണ് മാലയൊക്കെ കെട്ടുന്നത്. അവരൊക്കെ അതിൽ എക്സ്പേർട്ടാണ്. എപ്പോഴും അമ്പലത്തേക്ക് പൂമാലയൊക്കെ കെട്ടി അങ്ങനെ ചെയ്യുന്നവർ. അപ്പോൾ ഇതെല്ലാം കാണാൻ നമുക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു. ഇതെല്ലാം കാണാനും ഇത് എന്ത് ചെടിയാണെന്ന്, ഇത് വല്ല ഐതിഹ്യമാണോ അതോ ഭംഗിക്ക് വേണ്ടി വെച്ചിരിക്കുകയാണോ? അപ്പോൾ ഇന്നത്തെ ഉത്സവ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്കെല്ലാവർക്കും ഈ കാഴ്ചകളും അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി പുതിയ ഞങ്ങളുടെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ അടുത്ത ദിവസം വരുന്നതായിരിക്കും.